Oh. Hi, nice morning to all. Yes, ma'am. Good morning. Good morning to all. എല്ലാവരും നല്ല ഹാപ്പിയായി നല്ല സന്തോഷത്തോടെ നല്ല രീതിയിൽ ഇരിക്കുന്നത് കരുതുന്നു. ഓക്കെ സർ, അപ്പൊ നമ്മുടെ ഹെൽത്ത് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരിക്കും. ഇന്ന് മൺഡേ ആണ്. നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാറ് ക്ലാസ് ആണ്, സാറ് ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക. സാർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണ്. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കൊക്കെ? എല്ലാവരുടെയും നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വീക്കിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും? ഇപ്പോൾ 21 ചലഞ്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇന്നലെ നല്ല സോങ് ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആയിരുന്നു. ഒരുപാട് പേര് അതിൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഗായകന്മാർ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒരുപാട് സന്തോഷമുണ്ട് അതില്. ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. ഓക്കെ, റസ്മിൻ മാം, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഒരു 5 minutes വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിൽ പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. പുതിയ മെമ്പേഴ്സ്, നിങ്ങളെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. താര മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. മാം ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങളെ? ഇല്ല, ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഓക്കെ, എന്നാ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് താര, ഞാൻ BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. വീട് സ്ഥലം കോഴിക്കോടാണ്. എനിക്ക് 10 മാസമായ മോനുണ്ട്. ഇപ്പോൾ അതാ വീഡിയോ ഓൺ ചെയ്യാത്ത. മാം, അപ്പോ എത്ര ദിവസം ഇപ്പൊ ജോയിൻ ചെയ്തു ഈ ഒരു മെഡിറ്റേഷൻ ആണെങ്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ? ഒരു മിനിറ്റ്, ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി പറയാമോ? ഹലോ, കേൾക്കുന്നില്ലേ മാം? ഒന്നുകൂടി പറയാമോ? ഇപ്പോ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിലായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മീൻസ് ഇതില് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച്? നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ദിവസമേ ആയിട്ടുള്ളെങ്കിലും എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നല്ല ക്ലാസ് ആണ്, എനിക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പൊ എന്റെ ലൈഫിൽ. നല്ലതാണ് ഏകദേശം. ഓക്കെ, താങ്ക് യു താര മാം, താങ്ക് യു സോ മച്ച്. പുതിയ വേറെ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ കേട്ടോ. ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇല്ല, ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു സർവീസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഓൺലൈനിലും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ പോലുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മന്ത്ലി 4 ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സാറ്റർഡേ ഓർ സൺഡേ ആയിരിക്കും. ഈ ഒരു മാസം 14-ാം തീയതി മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
മാസത്തിൽ 4 ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ഒരു മോട്ടിവേഷൻ നമുക്ക് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ആക്കി നിർത്തുമ്പോഴാണ് നമ്മളൊന്ന് മോട്ടിവേറ്റ് അല്ലെ, മറ്റൊരാൾ നമ്മളിങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ആക്കി നിർത്തുമ്പോൾ നമ്മളൊന്ന് മോട്ടിവേറ്റ് ആവും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയിട്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മാസത്തിൽ 4 ക്ലാസ് ആയിരിക്കും വരുന്നത്. എമൗണ്ട് വരുന്നത് വെറും 999 ആണ് 1 മന്തിലേക്ക് വരുന്നത്. അതായത് 999 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. 999 ഒരു മാസത്തേക്ക്. അതിൽ 4 ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സാറ്റർഡേ ഓർ സൺഡേ ആണ് ക്ലാസ് വരുന്നത്. അപ്പൊ അന്ന് എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കും. സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് ആ ഒരു സമയത്തായിരിക്കും. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു സുലേഹ മാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം എല്ലാവരും. മാഡം പ്ലേസ് വരുന്നത് എവിടെയാ? വടകര എവിടെയാണ്? ഓൺലൈൻ ആയിട്ടാണ് സർ വരുന്നത്. ഓൺലൈൻ ആണ്. ഓക്കെ ഓക്കെ. അതെ, ഇതുവരെ ഓഫ്ലൈൻ ആയിരുന്നു. നമ്മുടെ ഓഫീസ് വെച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് ഓൺലൈൻ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫീസ് എവിടെയാണ്? ഓഫീസ് മലപ്പുറം കൊണ്ടോട്ടിയാണ്. ഓക്കെ ഓക്കെ, ശരി. ഞാനൊന്ന് സാറെ കോണ്ടാക്ട് ചെയ്യട്ടെ. സാർ ജോയിൻ ചെയ്യുന്ന കാണുന്നില്ല. ഞാനൊന്ന് വിളിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാവോ? Good morning. Hello. Morning, sir. Good morning, sir. Morning, sir. Sir. എന്താണ് നിർദ്ദേശം ഇപ്പൊ കഴിഞ്ഞുള്ളൂ? അല്ല. അല്ലല്ല സാർ, സാറിനെ വിളിക്കാൻ വേണ്ടിട്ട് വന്നു. സാർ ജോയിൻ ചെയ്യണം. ശരി, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ കട്ടായി പോകും. കാരണം ഞാൻ അവിടെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത് വെയിറ്റ് ചെയ്ത. സോ വെരി വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഒരു മൺഡേ ആണ്, നമ്മളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അതേപോലെ തന്നെ ഒരു നോമ്പ് എന്ന് പറയുന്നത് ഏകദേശം ലാസ്റ്റ് ആയിട്ട് എല്ലാവരും പെരുന്നാളിനെ, അതേപോലെ അടുത്ത നെക്സ്റ്റ് വീക്ക് നമുക്ക് 2 ആഘോഷങ്ങൾ വരാനുണ്ട്, ഈദും വിഷു അല്ലെ. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മെന്റലി ഒക്കെ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ലൈഫിൽ നമുക്ക് ആഘോഷങ്ങൾ ഉണ്ടാവും, പെരുന്നാൾ ഉണ്ടാവും, ഈദ് ഉണ്ടാവും. എല്ലാം നമ്മൾ ആഘോഷിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു ഈദ് ട്രാപ്പ് അല്ലെങ്കിൽ വിഷു ട്രാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ട്രാപ്പിൽ നമ്മൾ പെടാതിരിക്കുക എന്നതാണ്. അങ്ങനെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആളുകൾ പറയും പെരുന്നാൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ നോമ്പ് ചെയ്യട്ടെ. പെരുന്നാൾ കഴിഞ്ഞാൽ പറയും പെരുന്നാൾ കഴിഞ്ഞാലുള്ള കുറച്ച് ചെയ്യട്ടെ, അല്ലെങ്കിൽ വിഷു കഴിഞ്ഞാലുള്ള കുറച്ച് ചെയ്യട്ടെ. നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മളെ ആഘോഷങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സെലിബ്രേഷൻ തന്നെയാണ്. നമുക്കൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് തന്നെ പറയാം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള, നമ്മൾ 30 ദിവസമായിട്ട് എടുത്തിട്ടുള്ള നോമ്പിന്റെ ഒരു സെലിബ്രേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ വിഷു അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് ഐശ്വര്യം വരാനുള്ള സെലിബ്രേഷൻസ് ഒക്കെയാണ്. അതേ സമയത്ത് തന്നെ ഓരോ വിഷുവും ഓരോ ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ വിഷു ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഗോളുകളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഗോളുകൾ, കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ദിവസം നമ്മൾ അതിനെ ആഘോഷിക്കാനും ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ തിരിച്ച് വർക്കിലേക്ക് വരാനും അതിന്റെ ട്രാപ്പിൽ പെടാതിരിക്കാൻ ശ്രമിക്കാനും, അതും പറഞ്ഞ് നമ്മൾ ഈ ഒരു വീക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത്. അതല്ല ശരിക്കും അതിന്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഈദിന്റെ ദിവസം എന്ത് ചെയ്യുക, ഈദ് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുക. വിഷുവിന്റെ ദിവസം വിഷു ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുക. അത് കഴിഞ്ഞു, ആ ഒരു ദിവസത്തുള്ളത് കഴിഞ്ഞു. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോളുകൾ എന്താണ്, ആ ഗോളുകളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്ന് റിമൈൻഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്ത ആളുകളാണ്. എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗോളുകൾ നമുക്ക് പിന്തുടരാനും വേണ്ടിയിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോ
എനിക്കൊരു ഗോള് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര ഗോളുകൾ ഉണ്ട് നോക്കുക. ഒരുപാട് ഗോളുകൾ ഉണ്ടാകും. ഗോൾ സെറ്റിംഗ്സായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്ത് ഒരുപാട് ആളുണ്ട്. ബട്ട് റീമാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലൈഫിൽ എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന ശാസ്ത്രീയമായ രീതി, എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ നിങ്ങളെല്ലാവരും ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഗോളുകൾക്കും ഓൾ ഗോൾസ് റിക്വയർസ് ദ സെയിം കെയർഫുൾ പ്ലാനിങ്, മോട്ടിവേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻസ് ടു ഫോളോ ത്രൂ എന്നുള്ളതാണ്. എല്ലാ ഗോളുകളും നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അതിന് കെയർഫുൾ ആയിട്ട് വളരെ വ്യക്തമായിട്ടൊരു പ്ലാനിങ് വേണം, മോട്ടിവേഷൻ വേണം. അതേപോലെ തന്നെ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പിന്തുടരാനുള്ള ഡിറ്റർമിനേഷൻസും വേണം. ഇതിനെങ്ങനെയാണ് നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇന്നേക്കുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആളുകൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് യെസ് എന്നുള്ളത്. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അച്ചീവ്മെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ വന്ന് ഐ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഷൈനി മാം കൺഗ്രാജുലേഷൻസ്, പിന്നെ സുലഹാബി കൺഗ്രാജുലേഷൻസ്, ബഷീർ സാർ കൺഗ്രാജുലേഷൻസ്, ഉണ്ണികൃഷ്ണ സാർ കൺഗ്രാജുലേഷൻസ്, ഷാമിനി കൺഗ്രാജുലേഷൻസ്, ദിവ്യ ദിനോജ് കൺഗ്രാജുലേഷൻസ്, റോസ്ലിൻ ആന്റണി കൺഗ്രാജുലേഷൻസ്, അഖില കൺഗ്രാജുലേഷൻസ്, മണിസാർ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഷൈമിന മാം കൺഗ്രാജുലേഷൻസ്, സിന്ധു മാം കൺഗ്രാജുലേഷൻസ്, വിൻസെന്റ് സർ കൺഗ്രാജുലേഷൻസ്. ഇത്രയും ആളുകൾ, സുജിത്ത് കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇത്രയും ആളുകൾ ഇന്നേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് സവിത, ആബിദൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റത്തെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബി മാജിക്കിൽ ഇപ്പോൾ ഒരു 21 days ചലഞ്ച് 2 ഗ്രൂപ്പുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇതിലൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ആയിരിക്കും ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. സോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് ഗോളുകൾ ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് ഗോളുകൾ നമുക്ക് പിന്തുടരാൻ പറ്റുക, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് ഇറ്റ് ടേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളിലേക്കുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ് നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. നെവർ വെയിറ്റ് ഫോർ പെർഫെക്ഷൻ, സ്റ്റാർട്ട് സംതിങ് ഓർ സ്ലോ യുവർ സെൽഫ് ഡൗൺ ബൈ തിങ്കിങ് ദ കണ്ടീഷൻ ആർ നോട്ട് റൈറ്റ് ഇറ്റ് എന്ന് പറയുന്ന സംഭവം കൂടെ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. കുറച്ചും കൂടി ഞാൻ ബെറ്റർ ആവട്ടെ, കുറച്ചും കൂടി പെർഫെക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ദിസ് ഈസ് ദ നോട്ട് റൈറ്റ് ടൈം, ദ റൈറ്റ് ടൈം വിൽ കം. എപ്പോ? കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് റൈറ്റ് ടൈം വരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം വിശ്വസിക്കുന്നത് ദിസ് ഈസ് ദ റൈറ്റ് ടൈം, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, റൈറ്റ് നൗ ഇസ് ദ റൈറ്റ് ടൈം, റൈറ്റ് നൗ ഇസ് ദ റൈറ്റ് ടൈം. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല എന്നൊക്കെ സാക്ഷാർ പറയാറുണ്ട്. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇനി ഒരു റൈറ്റ് ടൈം വേറെ വരാനില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം, കുറച്ചും കൂടെ ഞാൻ ബെറ്റർ ആയിട്ട് ചെയ്യാം, കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഈ സാധനത്തിനെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളുകളിലേക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തയ്യാറായോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല. പകരം എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് എന്താണോ അത് വെച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ഉണ്ടോ അതൊന്നും നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് നേടിയെടുത്തില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് is not a strength, it's a weakness. Not the point. Perfection is not a strength, it's a weakness. അതൊരു കഴിവല്ല, എന്നാൽ നിങ്ങളുടെ ഒരു കഴിവ് കേടാണ്. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ എന്തെങ്കിലും ഒരു പെർഫെക്റ്റ് ടൈമിനുമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടോന്നല്ല, കൗണ്ട്ലെസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് അത് നേടിയെടുത്ത ഒരാളുണ്ടാവും, ആ സമയം കൊണ്ട് അത് ചെയ്ത ഒരാളുണ്ടാവും. ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞു, ശരിക്ക് പിന്നെ സൽമാൻ ഖാൻ അഭിനയിച്ച ഒരു ഫിലിമിനെ പോലെ ഉള്ള ഒരു തിരക്കഥയൊക്കെ ഞാൻ എഴുതി റെഡിയാക്കി സംവിധാനം ചെയ്യാനും വേണ്ടി നിന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ സൽമാൻ ഖാന്റെ പരസ്യം അങ്ങനത്തെ ഒരു ഫിലിം വന്നപ്പോൾ ഞാൻ ആ പ്രൊജക്ട് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. സോ നമുക്ക് കാത്തിരിക്കുന്നവർക്കുള്ളതല്ല ലോകം.
കാത്തിരിക്കുന്നവർക്കുള്ളതല്ല ലോകം. ലോകം എന്ന് പറയുന്നത് ലോകത്തിനെക്കാളും മുന്നേ ഓടാൻ പ്രേരിപ്പിക്കുന്ന ആളുടെ കൂടെയാണ് യൂണിവേഴ്സ് നിൽക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? കാത്തിരിക്കരുത്. എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ പറ്റുക? നിങ്ങളുടെ ഗോളുകൾ ഇത് ചെയ്യാനും വേണ്ടി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സാധനം, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗോളുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൗ ഈസ് ഓൾവേസ് ദ പെർഫെക്റ്റ് ടൈം. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്ന് വിശ്വസിക്കുന്നിടത്താണ് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇനി എന്തല്ല, ഇനി വരാനുള്ള സമയം. ഇപ്പോഴാണ് അതിന്റെ സമയം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയുമ്പോൾ, റിമെമ്പർ ദാറ്റ് എവറി എക്സ്ക്യൂസസ് യു മേക്ക് വിൽ ഓൺലി കീപ് യു ഫ്രം യുവർ ഗോൾസ്. നിങ്ങൾ പറയുന്ന ഓരോ എക്സ്ക്യൂസസും, അത് അപ്പൊ കഴിയട്ടെ, ഇപ്പൊ കഴിയട്ടെ, പിന്നെ ശരിയാവട്ടെ എന്നൊക്കെ പറയുന്ന ഓരോ എക്സ്ക്യൂസസ് എന്ത് ചെയ്യും? നിങ്ങൾ ഗോളിൽ നിങ്ങൾ അകറ്റിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോഴും പറയേണ്ടതാണ്, റൈറ്റ് നൗ ഈസ് ദ ബെസ്റ്റ് ടൈം. റൈറ്റ് നൗ ഈസ് ദ ബെസ്റ്റ് ടൈം. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സംഭവം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളുകൾ നിങ്ങൾക്ക് പിന്തുടരണമെങ്കിൽ, ആ ഗോളുകൾ നിങ്ങൾക്ക് അച്ചീവബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇപ്പൊ തന്നെയാണ് ആ സമയം. ഇപ്പൊ തന്നെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോ ഈ മൊമെന്റിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗോളുകളിലേക്ക് വേണ്ടി ചെയ്യാനുള്ളത്, അത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒബ്സ്റ്റാക്കിൾസും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ കേപ്പബിൾ ആവും. ഓരോ ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രഗ്നന്റ് ആയതിന് തുല്യമാണെന്ന് പറയുന്നത്. ഒരാള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അവനെ നോക്കാൻ പറ്റുമെന്ന് അച്ഛൻ ചിന്തിക്കുകയാണ്, അമ്മ ചിന്തിക്കുകയാണ്, എനിക്ക് എങ്ങനെ ഈ കുട്ടിയെ നോക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിരിക്കുമോ? അവരതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റെഡി ആവും. ഈ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഈ ലേഡിക്ക് അറിയില്ല പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും. ഓരോരുത്തരുടെ ശരീരത്തിന് പല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഓരോ ബുദ്ധിമുട്ടുകളും അവർ സഹിച്ച് പിന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യും? വലുതാക്കിയെടുക്കും. എന്നതുപോലെയാണ് ഗോളുകൾ. നിങ്ങൾ അമ്മയാവാൻ ഫുൾ തയ്യാറായിട്ടാണോ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നത്? പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കരുതിയോ, അല്ലെങ്കിൽ അമ്മയാവുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വേറെ കുട്ടിക്ക് പാല് കൊടുത്തൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ വേറെ കുട്ടീനെ എന്ത് ചെയ്യാം, ഒന്ന് വളർത്തി നോക്കിയിട്ട് ഒക്കെ ഒന്ന് ശരിയായിട്ട് ഒന്നും കൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, പ്രഗ്നന്റ് ആവാൻ നമ്മൾ കരുതിയോ? ഇല്ലല്ലോ. നമ്മളത് റെഡി ആയ സമയത്തല്ലേ പ്രഗ്നന്റ് ആയത്. അല്ലെങ്കിൽ ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ഫാദർഷിപ്പ് എങ്ങനെയൊന്ന് പഠിക്കാം, അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇതിനെ പ്രാക്ടീസ് എടുക്കാൻ കരുതിയിട്ടാണ് നമ്മൾ ഫാദർ ആയിരിക്കുന്നത്. അല്ല. എന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡോണ്ട് വെയിറ്റ്. ഒരുപാട് കാലം കാത്തിരിക്കരുത്. നിങ്ങളുടെ ഗോളുകളിൽ നിങ്ങൾക്ക് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, റൈറ്റ് നൗ അതിലേക്ക് എന്ത് സ്റ്റെപ്പാണ് എടുക്കാനുള്ളത്, ആ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് അഫർമേഷൻസ് ഉണ്ട്. ഞാൻ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ആക്കി ഇട്ടിട്ടുതരാം. ഓക്കെ, കുറച്ച് അഫർമേഷൻസ് ഉണ്ട്. ഈ അഫർമേഷൻസ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൊടുക്കാം. അഫർമേഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു അഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫർമേഷൻസ് ആണ്. ഇത്രയും അഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അഫർമേഷൻസ്, ഒരുപാട് അഫർമേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് അഫർമേഷൻസ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓഫ് മൈ ഗോൾസ് ആർ അച്ചീവബിൾ. എൻ്റെ എല്ലാ ഗോളുകളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകളാണ്. ഐ ഹാവ് നോ ഡൗട്ട്സ് ഓർ ഫിയേഴ്സ് ദാറ്റ് ഐ വിൽ റീച്ച് മൈ ഗോൾസ്. എൻ്റെ ഗോളുകൾ ഞാൻ എത്തുമെന്നുള്ളത് എനിക്കൊരു സംശയമില്ല. ഐ ആം ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ആക്ഷൻ ഐ ടേക്സ് ടുവേർഡ്സ് മൈ ഗോൾ. ഞാൻ എടുക്കുന്ന ഓരോ ആക്ഷനിലും ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ളവനാണ്. എവറി ഡേ ഐ ഗെറ്റ് ക്ലോസർ ടു അച്ചീവിങ് ടോട്ടൽ സക്സസ്. എൻ്റെ സക്സസിലേക്ക് ഞാൻ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഐ എൻജോയ് സിറ്റിംഗ് ആൻഡ് അച്ചീവിങ് ഗോൾസ് ദാറ്റ് ഗീവ് മീ പർപ്പസ്. ഞാൻ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും തയ്യാറാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള അഫർമേഷൻസ് എല്ലാം കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് വിഷ്വലൈസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ഇത് വിഷ്വലൈസ് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യാൻ ടെക്നിക്ക് ഉണ്ട്.
വിഷ്വലൈസേഷൻസ് എന്ന് പറയുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് ഗോളുകൾ ഉണ്ടാവും, ഒരു ഗോളാവില്ല. ചില ആളുകൾക്ക് 1-2 പ്രധാനപ്പെട്ട ഗോളുകൾ ഉണ്ടാവുക. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു 25 ഗോളുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പല സമയത്തായിട്ട് ഓരോ ഗോളുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാ ഗോളുകളും നമുക്ക് ചെയ്യാം. ഇനി അതൊന്നും കൂടെ ഇൻഡെപ്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം അയാൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഗോള്, അയാൾക്ക് ഏറ്റവും ചില ആളുകൾക്ക് എന്തായിരിക്കും ഏറ്റവും ആഗ്രഹം കുറച്ച് പൈസ ആയിരിക്കും, ചില ആളുകൾക്ക് കല്യാണം ആയിരിക്കും, ചില ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണ് സെപ്പറേറ്റ് വിഷ്വലൈസേഷൻ എക്സസൈസ് ഫോർ ഈച്ച് വൺ. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സെപ്പറേറ്റ് ഗോളിന് വേണ്ടി നിങ്ങൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവണം ഓൾറെഡി. ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഗോളുകളിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പം എനിക്കിപ്പോൾ ഞാൻ ദുബൈയിൽ പോകുന്നതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ആരോ വിളിക്കുന്നു, ട്രാവൽസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നത്, ഞാൻ കോപ്പിയൊക്കെ അയച്ചു കൊടുക്കുന്നത്, ഒരു വിസ സാങ്ഷൻ ആകുന്നത്, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അത് എക്കണോമിക്സ് ക്ലാസ് ആണോ ബിസിനസ് ക്ലാസ് ആണോ ഒക്കെ തീരുമാനിക്കുന്നത്. ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഡേ വരുന്നത്, നമ്മളതിൽ എയർപോർട്ടിലേക്ക് പോകുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ സെപ്പറേറ്റ് ഗോളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇത് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി ഒന്ന് എനർജറ്റിക് ആക്കിയിരിക്കണം. നമ്മളൊരു മൂഡും ഇല്ലാത്ത സമയത്ത് പോയിക്കാണ്ട് വിഷ്വലൈസ് ചെയ്യാൻ നിൽക്കരുത്. വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ ബോഡി ഒന്ന് എനർജൈസ് ചെയ്യുക. എങ്ങനെ, കുറച്ചൊന്ന് ടാപ്പ് ചെയ്യുക, ശരീരത്തിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വല്ല മോട്ടിവേഷണൽ പുസ്തകങ്ങളോ വല്ല മോട്ടിവേഷൻ വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കോഴ്സുകളോ കുറച്ച് വായിക്കുക. കുറച്ച് കോഴ്സുകളൊക്കെ അല്ലെങ്കിൽ മോട്ടിവേഷൻ സോങ്സ് കേൾക്കുക, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോങ്സ് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലെ എനർജി ഇൻക്രീസ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ നിൽക്കുക, നിങ്ങൾ ഒരു വിഷ്വലൈസേഷനുമായിട്ട് തയ്യാറാവുക. അപ്പൊ എന്ത് ചെയ്യും, അതിന് കൂടുതൽ എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ എനർജിയുടെ ഫ്ലോ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉൾപ്പെടുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഓരോ ഗോളുകൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗോളുകൾ നിങ്ങൾ ഇങ്ങനെ വായിച്ചു, എൻ്റെ ഗോളുകൾ ഞാൻ അങ്ങനെ വായിച്ചു, എനിക്ക് ഇനിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ 24 പുസ്തകം വായിക്കണം, അതെൻ്റെ ഒരു ഗോള്. ഓക്കെ, അപ്പൊ ഞാൻ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. ഇങ്ങനെ എൻ്റെ പുസ്തകങ്ങൾ, വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ റിവ്യൂ ഇടുന്നതും അതിൻ്റെ ഇത് വരുന്നതും അതിൽ പഠിച്ച കാര്യങ്ങൾ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും, അപ്പൊ എൻ്റെ ഹാപ്പിനെസ്സും എൻ്റെ നോളജും ഒക്കെ വർദ്ധിക്കുന്നത്, അതുവഴി എൻ്റെ ഇൻകം വർദ്ധിക്കുന്നത്, ഞാൻ പുസ്തകം വായിച്ചത് വഴി, ഇതൊക്കെ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പോകണം. പിന്നെ എൻ്റെ അടുത്ത ഗോളുകൾ ഞാൻ എന്താണ് ഇത്, ഇപ്പോൾ ട്രാവൽ ടു മലേഷ്യ, അപ്പം മലേഷ്യയിലേക്ക് യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പം അത് വിഷ്വലൈസ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത ഗോളുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പം എനിക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്തൊരു കാര്യം നോക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതെനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഇത് എൻ്റെ കാര്യങ്ങൾ എല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, അതിലേക്കുള്ള ഗോളുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ സമയത്തായിട്ട് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കണക്ട് ചെയ്തിട്ടും അല്ല, നിങ്ങൾ ഈ ഗോൾ സെറ്റിങ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ അത് വായിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നിങ്ങൾ അത് വായിക്കുക. ഓരോ സമയം നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് അത് നിങ്ങൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിലേക്കുള്ള ആക്ഷൻസ് നിങ്ങൾ അറിയാതെ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് വിഷൻ ബോർഡൊക്കെ നമ്മൾ ഇത്രയും പ്രാധാന്യത്തോടു പറയുന്നത്. അപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്തത് കൊണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടോ മാത്രം ഇത് കിട്ടുന്നല്ല, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ്. ആ ആക്ഷൻസിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വെയിറ്റ് ചെയ്യരുത്, കാത്തിരിക്കരുത്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന രീതിയിൽ കാത്തിരിക്കരുത്. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം തീരുമാനിക്കാം ഇന്ന് എനിക്ക് എന്താണ് അതിന് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ, കാറ് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അയാളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, അയാൾക്ക് അതിനു വേണ്ടി ഇന്ന് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? കാറിന്റെ മോഡലുകളൊക്കെ നോക്കി വെക്കാം, ഒരു എക്സിക്യൂട്ടീവിനെ വിളിക്കാം, സംസാരിക്കാം, പല കാറുകളെ കുറിച്ച് പഠിക്കാം, കാറിന്റെ ഷോപ്പുകളിലൊക്കെ പോയി നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം, ഏത് കാറാണ് വേണ്ടത് ഇതാക്കാം.
ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് വീടിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാം. നിങ്ങളെ ഗോളുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പെങ്കിലും 5 സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്വിക്കായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. എന്താണ് എൻ്റെ ഗോളിലേക്ക് എത്താനുള്ള ആക്ഷൻസിന് എനിക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ്? അവിടെ നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യരുത്. നല്ല സമയം വരുന്നതിന് വേണ്ടിയിട്ടും പെർഫെക്ഷന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്തും. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെ സ്റ്റെപ്പുകൾ എടുത്തതും അതിലെത്തിയതുമായുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പല ആളുകൾക്കും ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ തയ്യാറായിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ആളുകൾക്ക് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ്. താങ്ക് യു ആൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ ഗോള്, അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ആക്ഷൻസ്, അത് അച്ചീവ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് സർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സുഹൈൽ. പറഞ്ഞോളൂ സുഹൈൽ. ഞാന് ഇന്നലൊരു ക്യാമ്പ് ഇതിലായിരുന്നു, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനകത്ത് ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞിട്ട് അപ്പോ അതിൻ്റെ അകത്ത് എനിക്കൊരു ടീമിനെ കിട്ടി. സോ ഞാൻ ടീം ബിൽഡ് ചെയ്തു. സ്റ്റാർട്ടപ്പിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. താങ്ക് യു സുഹേൽ, താങ്ക് യു. ഓക്കെ, അതായത് സുഹേലിന് ഐഡിയ ഉണ്ടായിരുന്നു, അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് ഏതൊരു ഗ്രൂപ്പിൽ അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് ഒരു ടീം ഫോം ചെയ്തു. ഇപ്പൊ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. സോ നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റണമെങ്കിൽ, ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാണാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പറയും? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ സിന്ധു മാം ഇരിക്കുന്ന റൂമിന് തൊട്ടപ്പുറത്താണ്. എന്താ വിഷയം? ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് വരൂല. അതൊരു ബുഫേ സിസ്റ്റമാണ്. നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നിട്ട് എനിക്കൊരാളോട് കൊണ്ടുവന്ന് തരണം എന്നുള്ള വാശിയിലിരിക്കുകയാണ്. കൊണ്ടുവന്ന് തരൂല. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, തൊട്ടപ്പുറത്താണ്. അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? എണീറ്റ് പോയി നോക്കാൻ നിങ്ങൾ തയ്യാറാവണം. അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വരും എന്ന് കേട്ടിട്ട് വെയിറ്റ് ചെയ്തേക്കരുത്. താങ്ക് യു സുഹേൽ. ഇനി വേറെ ആർക്കെങ്കിലും? താങ്ക് യു സുഹൈൽ. ഓക്കെ, ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ആരും ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്തതൊന്നും ഇല്ലേ? അത് നിങ്ങൾക്ക് പറയാം. സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സ്റ്റെപ്പുകളൊക്കെ എടുത്തു തുടങ്ങി എന്ന് തന്നെ പറയാം. എന്തായാലും ഞാനൊരു നീണ്ട ഗോളാണ് എഴുതിയിട്ടുള്ളത്. 2024 ഡിസംബർ 31 ആകുമ്പോഴേക്ക് എനിക്ക് നേടേണ്ട ഗോളുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് നേടിയിരിക്കുന്നുള്ളത് ഉറപ്പാണ്. അതിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ 7 ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള അല്ലെങ്കിൽ ഞായറാഴ്ച വരെയുള്ള 7 ദിവസങ്ങൾ. ഈ 7 ദിവസത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു സിംഗിൾ ഗോൾ എന്താണ്? ഓക്കെ, 7 ദിവസത്തിന് മുമ്പിൽ 7 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇന്നൊരു സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ മേക്ക് ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ഗോളുകളിലേക്കുള്ള ഇത്രയും സ്റ്റെപ്പുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് 7 ദിവസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചിന്തിക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഞാൻ ഫൈനലി വീണ്ടും പറയാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഉള്ളതിന് നന്ദിയുള്ളവരായിക്കൊണ്ടേ ഇരുന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വൺ ഡേ നിങ്ങൾക്ക് ആ വിജയത്തിന്റെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തുകയും ചെയ്യും.
പക്ഷെ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്ന്, എപ്പോഴും ഉള്ളതിന് നന്ദി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ വാട്ട് വി ഹാവ്. കംപ്ലൈന്റ് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ചേഞ്ച് ദാറ്റ്. എനിക്ക് എണീക്കാൻ സാധിച്ചു, നടക്കാൻ സാധിച്ചു, ഇരിക്കാൻ സാധിച്ചു, ഇറ്റ്സ് ഇനഫ്. എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, ഇറ്റ്സ് ഇനഫ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. 2, നമുക്ക് എന്താണോ ചെയ്യാൻ അറിയുന്നത്, നമുക്ക് എങ്ങനെയാണോ അറിയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ അറിയുന്നത്, അതേപോലെ ആക്ഷൻസ് എടുക്കുക. വേറെയുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യാൻ പോകാതിരിക്കുക. അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചെയ്യണോ, നിങ്ങളെ കയ്യിലൊരു മൊബൈൽ ഉണ്ടോ, ടേക്ക് ദാറ്റ് മൊബൈൽ. നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയില്ലേ, പ്രശ്നമില്ല. ആ മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ അറിയോ, റെക്കോർഡ് ചെയ്യുക, അപ്ലോഡ് ഇറ്റ്. അതിന്റെ പെർഫെക്ഷന് വേണ്ടി എന്ത് ചെയ്യരുത്, കാത്തിരിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത്, എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയുന്നത്, അതേ രീതിയിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. എവറി മാസ്റ്റർ ഹാസ് എ വൺസ് എ ബിഗിനർ. എല്ലാ മാസ്റ്റേഴ്സും ഒരിക്കൽ തുടക്കക്കാരനായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ലൈഫിലെ ഗോളുകളെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൾ. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you. നോട്ട് ചെയ്തോളൂ. Thank you, sir. Thank you, sir. Thank you, sir.